നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മളെ കേരള സർക്കാരിന്റെ RTI പോർട്ടൽ വഴി കേരള സർക്കാരിന്റെ കീഴിലുള്ള പല വകുപ്പുകളിലേക്കും നമുക്ക് ഓൺലൈൻ വഴി വിവരാവകാശം അപേക്ഷിക്കാനൊക്കെ സംവിധാനം ഉണ്ടായിരുന്നല്ലോ നമ്മൾ RTI പോർട്ടൽ വഴി. പക്ഷെ അതിൽ PSCയിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ അപേക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴെന്താ ഒരു PSC കൂടി അതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ അതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, RTI അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവാം. അപ്പോൾ വീഡിയോ മുഴുവൻ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം. വെൽക്കം ടു ലിജൂസ്. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ PSC വിവരാവകാശ അപേക്ഷ ഇനി മുതൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ജസ്റ്റ് ഒരു തപാല് വഴിയായിരിക്കും നമ്മുടെ 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അല്ലെ, ഡിസ്ട്രിക്ട് ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ റീജിയണൽ ഓഫീസിലേക്കൊക്കെ നമ്മൾ എന്താ കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ ഇനിയോട്ട് എന്താ അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താ പോയി സ്റ്റാമ്പ് വാങ്ങിക്കണം. അപ്പോ സ്റ്റാമ്പ് വാങ്ങിയിട്ട് അത് അയക്കണം തപാല് വഴി. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. മുന്നേ ഇത് പല വകുപ്പുകളിലും ഇത് പ്രാവർത്തികമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും കേരള PSC ഇരിക്കുന്നത് ഉണ്ടായിരുന്നില്ല. മുന്നേ നമ്മളിപ്പം സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും SSC RRB എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ കേരളത്തിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ PSC ഇൻക്ലൂഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്താ PSC അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. അപ്പൊ അതിനുണ്ട് ജസ്റ്റ് ഈ ഒരു ന്യൂസ് പേപ്പർ ഫീഡ് ജസ്റ്റ് നോക്കാം. PSC വിവരാവകാശ അപേക്ഷ ഇനി ഓൺലൈൻ പോർട്ടൽ വഴി നൽകാം. ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് നൽകാം കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് എന്താ ഓൺലൈൻ പോർട്ടലായിട്ട് നിങ്ങൾക്ക് എന്താ നൽകാൻ വേണ്ടി പറ്റുന്നത്. എന്തൊക്കെയാണെന്നില്ലായിരുന്നു നമുക്ക് എന്താ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ RTI പോർട്ടൽ. RTI portal.kerala.gov.in. ഇതിൽ കയറി കഴിഞ്ഞാൽ എന്ത് RTI പോർട്ടൽ ഗവൺമെന്റ് ഓഫ് കേരള എന്ന ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് ഇവിടെ ജസ്റ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടാവും. ഇമെയിൽ ID, ഒരു വാലിഡ് മൊബൈൽ നമ്പർ, നെയിം, അതേപോലെ അഡ്രസ്സ്, അതേപോലെ പിൻകോഡ്, അതേപോലെ നിങ്ങളൊരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ആക്കുക. പാസ്വേഡ് എന്ന് വെച്ചാൽ ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. 8 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം, അപ്പർ കേസ് ഉണ്ടാവണം, ലോവർ കേസ് ഉണ്ടാവണം, നമ്പർ ഉണ്ടാവണം, സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മെയിലിലേക്ക് ഒരു ഇത് വരുന്നുണ്ടാവും. അപ്പോൾ അതിലെന്താ നിങ്ങളുടെ മെയിലും അതേപോലെ പാസ്വേഡും കൂടിയിട്ട് ഒരു മെയിൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ടെന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ വൺസ് അത് അക്കൗണ്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ പോയി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഇവിടെ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ. മെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതിൽ ഡാഷ്ബോർഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഡാഷ്ബോർഡ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതിലെന്താ ന്യൂ RTI പേയ്മെന്റ് പെൻഡിങ്, ആപ്ലിക്കേഷൻ റിട്ടേൺ ഫോർ അഡീഷണൽ പേയ്മെന്റ്, ഡ്രാഫ്റ്റ്സ്, RTI സബ്മിറ്റഡ്, റിപ്ലൈ സ്റ്റാറ്റസ് രീതിയിലൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ അതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ RTI എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ പുതിയതായിട്ടൊരു വിവരാവകാശം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ന്യൂ RTI എന്നുള്ള നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ള രീതിയിൽ അവിടെ ചൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട്, ഡിസ്ട്രിക്ട് വൈസ് ആലപ്പുഴ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് കോട്ടയം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് തിരുവനന്തപുരം. തിരുവനന്തപുരം ഉണ്ടാവില്ല, കൊല്ലം എന്നുള്ള രീതിയിലൊക്കെ കിട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ തിരുവനന്തപുരത്ത് വെച്ചാൽ ഡയറക്ടറേറ്റ് ഓഫ് PSC എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ തിരുവനന്തപുരത്തേക്കായിരിക്കും വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ റീജിയണൽ ഓഫീസ് നോക്കുകയാണെങ്കിൽ കോഴിക്കോട്, എറണാകുളം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്താ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ ഡിസ്ട്രിക്ട് വൈസ് ആണ്, ഡിസ്ട്രിക്ട് വൈസ് രീതിയിൽ അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് എന്താ അവിടെ സെലക്ട് ചെയ്യാം. ഏതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അടുത്ത് കൊടുത്തതിന് അതിൽ വരുന്നുണ്ടാവും. ഓക്കെ, റീജിയണൽ വൈസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് അതായത് തിരുവനന്തപുരത്തേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ എന്താ മെയിൽ ID ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. മൊബൈൽ നമ്പർ, അപ്ലിക്കന്റെ നെയിം, അപ്ലിക്കേഷൻ അഡ്രസ്സ്, അപ്ലിക്കന്റ് അഡ്രസ്സ്, പിൻകോഡ്, സ്റ്റേറ്റ്, ഫോൺ നമ്പർ, അതേപോലെ സിറ്റിസൺഷിപ്പ്, അതേപോലെ BPL ആണോ എന്നില്ലായിരുന്നു നോക്കാം. BPL ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേയ്മെന്റ് വേണ്ടി വരില്ല. അല്ലാത്ത കേസിൽ മാത്രമാണ് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ എന്താ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോ നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അവർ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയേണ്ടത്, എത്ര അപ്ലിക്കേഷൻസ് ഉണ്ടെന്നോ, എത്ര അപ്ലിക്കൻസ് ഉണ്ടെന്നോ, എത്ര പേര് അതിന് എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ വേണ്ടി പറ്റുന്നുള്ളൂ എത്ര കോമ്പറ്റീഷൻ എത്രയാണെന്നൊക്കെ. ഇതൊക്കെ എന്താ നമുക്ക് അതിന് മുന്നേ തന്നെ നമുക്ക് RTI കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവർ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ തരുന്നുണ്ടാവും. അതിന് ബേസിട്ട് എത്ര അപ്ലിക്കേഷൻസ് ഉണ്ട്, അതേപോലെ എക്സാം എഴുതി കഴിഞ്ഞാൽ എത്ര പേര് എക്സാംസ് അറ്റൻഡ് ചെയ്തു, ഉള്ള കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് അത് വഴി
RT വഴി നമുക്ക് അവിടെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ ഇമേജ് PDF ആയി ഡൗൺലോഡ് ചെയ്തിട്ട് ഇമേജിന്റെ PDF ആയി കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സേവ് എസ് ഡ്രാഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കാം. സേവ് എസ് ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിപ്പോ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം വീണ്ടും ചെക്ക് ചെയ്തിട്ട് മോഡിഫിക്കേഷൻസ് വരുത്താം. ഇനിയിപ്പോ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് കൊടുക്കാം. അപ്പൊ സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾ നെക്സ്റ്റ് എന്ത് ചെയ്യാം, പേയ്മെന്റ് പോർട്ടലിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, പേയ്മെന്റ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ UPI വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ നിങ്ങൾക്ക് എന്താ അവിടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 10 രൂപയാണ് പേയ്മെന്റ് വരുന്നുണ്ടാവുക. അതെന്താ, നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ RT സീരിയൽ നമ്പർ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോ RT എന്നിട്ട് ഇവിടെ പേയ്മെന്റ് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെ അത് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇനിയിപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്തു, പേയ്മെന്റും സക്സസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ, RT സബ്മിറ്ററിൽ കയറി കഴിഞ്ഞാൽ മോർ ഇൻഫോയിൽ കയറി കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ RTയുടെ കേസിൽ ആ ഒരു നമ്പർ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അത് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ RT നമ്പർ കാണുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഒരു 10 days ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ റിപ്ലൈ നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ മോർ ഇൻഫോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ റിപ്ലൈ എന്നുള്ള രീതിയിൽ എന്താണ് ആ ഒരു കറസ്പോണ്ട് ഡിപ്പാർട്ട്മെന്റ് റിപ്ലൈ എന്ന നിലയിൽ കാണാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്താലും നിങ്ങൾക്ക് എന്താ RT കൊടുക്കാം. അതിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഓക്കെ, മുന്നേ PSC ഉണ്ടായിരുന്നില്ല, ഇപ്പോഴത്തെ PSC കൂടെ അത് ഇൻക്ലൂഡ് ആയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മുന്നേ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുപോലെ യൂസർ മാനുവൽ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി വായിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ലോഗൗട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.